guys, assalamualaikum. Welcome back to my channel. ഒച്ചെടുക്കാൻ പറ്റില്ല because my cutie pie is sleeping guys. മമ്മ എന്തിനാ അവിടെ ഒളിച്ചിരിക്കണേ? വരൂ ഗൈസ്. മമ്മ വന്നിട്ട് ഇന്ന് 3 days ആയി. 2 days നമ്മൾ അടിച്ചു പൊളിച്ചു വീട്ടിൽ. പുറത്തും പോയിട്ടുണ്ടായെന്ന് തോന്നുന്നു. ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് പുറത്തിറങ്ങാൻ റെഡി ആയിട്ട് പാവ സോനും അമ്മ ഒരു രാവിലെ റെഡി ആയിട്ട് സോനിന് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഞാനും സുനു ഒരു ഗെറ്റ് റെഡി വിത്ത് അസ് വീഡിയോ ആണ് ചെയ്യാൻ പോയത്. അപ്പൊ പോകുന്നൊരു ഉറപ്പില്ല ഗൈസ്, ചെറുതായിട്ട് ഉറപ്പുണ്ട്. കാരണം ഡാഡ പറഞ്ഞു ഡാഡിന്റെ കയ്യിൽ കാർഡ് ഉണ്ടെന്ന്. ഓക്കെ ഗുഡ്. അപ്പൊ ചിലപ്പോ നമുക്ക് പറ്റിപ്പോ. പിന്നെ വേറെ കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട്. എല്ലാ പ്ലാൻസും എവിടെ വരൂ, ഒളിഞ്ഞു നോക്കണ്ട ഗൈസ്. എല്ലാവർക്കും എന്റെ വ്ളോഗിൽ വരാം. അപ്പോ എന്നാ വേണ്ട പോ ഗൈസ്. കൈ എനിക്ക് കടച്ചിലെടുക്കുന്നുണ്ട്. എബു ഉറങ്ങിപ്പോ. അവന്റെ എബുനെ കാണിച്ച് അവിടുന്ന് കാണിച്ചു. തിരിച്ച് കാണിച്ചാ പോലെ. ഞാൻ ഈ കഷ്ടപ്പെട്ടെന്തിനാ ക്യാമറ തിരിച്ച് കാണിച്ചാ പോലെ. തിരിയാത്തുമ്പോ ഡബിള് ക്ലിക്ക് ചെയ്യണ്ടല്ലോ. സ്ലീപ്പിംഗ് ബ്യൂട്ടി. ഓക്കെ. ഞാൻ പറഞ്ഞു ഇവിടെ ലൈറ്റിംഗ് ഇല്ല. ഓ മൈ ഗോഡ്. അതാണ് നമ്മൾ ഒരു വീഡിയോ എടുക്കുമ്പോൾ ലേറ്റായി. പിന്നെ ബേബി എന്തോ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാനായിരുന്നു. സോ ആസ് യൂഷ്വൽ നമ്മളൊരു രാവിലെ ഇറങ്ങാൻ ഉറങ്ങി എന്താണ് പറയട്ടെ. ഇപ്പൊ റെഡി ആവാൻ തുടങ്ങിയാൽ ഒരു ഉച്ചയൊക്കെ ആവും. ഇപ്പൊ 2:30 മണിയായി. ലഞ്ച് ടൈമാണ്. എന്തായാലും സുഖമായി. അപ്പോൾ ആദ്യം കഴിച്ചിട്ട് തന്നെ നമുക്ക് പോവാം. എവിടെ കഴിക്കണമെന്നൊരു പ്ലാൻ ഇല്ല. നല്ല ചൂടുണ്ട് ഗൈസ്. മുഖമൊക്കെ പൊള്ളുന്നുണ്ട്. അപ്പോ ഞാൻ സുനു വി ഓൾ സെയിം ഡ്രസ് ഓൺ ഒന്ന് കാണിച്ചു കൊടുക്കും. കാണിച്ചു പിടിച്ച് അത് സുനു ഇപ്പുറത്ത് വാ. അപ്പുറത്തെ സൈഡല്ലേ കേട്ടോ. നമ്മുടെ ടോപ്പ് മാത്രം കാണിച്ചോ. അപ്പൊ ഇതിന്റെ കളർ ചേഞ്ച് ആഡ് ചെയ്തിരുന്നായിരിക്കും. സോ യു ഗൈസ് സ്റ്റേ ട്യൂൺ. വണ്ടി കയറട്ടെ. ശ്വാസം മുട്ടിട്ട് പോയി ഗൈസ്. കേറിക്കോ. അത് നമുക്ക് എടുക്കാം. ജൈഗുനായിട്ട് ഒരു റീൽ എടുക്കാറുണ്ട് എനിക്ക്. ഓക്കെ കേറിക്കോ. കേറിക്കോ. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാം. ഓ ജടക്കത് പോയി ക്ലീൻ ചെയ്ത് പോയി. അയ്യോ ഈ ബാഗ് എടുത്തില്ല നിന്റെ. ഓക്കെ ഗൈസ് കേറിയില്ലേ നിങ്ങൾ സ്പേസില്ല. ഓക്കെ സൈഗു എന്താ കാണിക്കണ? ഡാൻസ്. സൈഗുന്റെ കാണിച്ച ഡാൻസ്. എന്നെന്തൊന്നിന് കാണാം. ഞാനെങ്ങനെയുണ്ട് കാണാൻ ക്യാമറയില്? സൽമാൻ കുറച്ച് ടൈറ്റാണ്. കുറച്ച് തടി വെച്ചതുകൊണ്ട് കുറച്ച് ടൈറ്റാണ്. കുഴപ്പമില്ലല്ലേ? യെസ് എത്തില്ല. ഡാഡെന്താ വരാത്ത? എടുക്കാൻ പോയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പോലെ ക്യാമറ എടുക്കാൻ ക്യാമറ കയ്യിലുണ്ടല്ലോ. വെറുതെ എല്ലാവരും ഔട്ട്ഫിറ്റ് കാണിച്ചു. ഞാൻ ഒരു പുതിയ ക്യാമറ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ മഷു പോക്കറ്റ് 3 ആണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യണത്. ഞാനപ്പോൾ ഒരു ഇൻസ്റ്റാ 360 X4 പറഞ്ഞ പുതിയ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ക്യാമറയുടെ ലോ ലൈറ്റിൽ നമുക്ക് വേണ്ട രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ലൈറ്റ് കിട്ടില്ല. വീടിൻ്റെ ഉള്ളിലൊക്കെ ഷൂട്ട് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഔട്ട്ഡോർ അടിപൊളിയാണ്. പിന്നെ 360 കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഞാൻ വെറുതെ ആ ബാഗിൽ എടുത്ത് വെച്ചു. എന്തായാലും ബ്ലോഗിൽ എന്തെങ്കിലും ഔദാര്യത്തിൽ ഞാനൊരു ക്ലിപ്പിങ്സ് അങ്ങനെ എന്തെങ്കിലും എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ബ്ലോഗല്ല, മഷൂര് ബ്ലോഗാണ്. എന്നാലും ഒരു ഔദാര്യം അല്ലേ. അയ്യോ ഗേറ്റ് തുറക്കട്ടെ. ഇടമൂലല്ലേ ഗേറ്റ് തുറക്കട്ടെ. എനിക്ക് ഈ ബാഗ് നല്ല യൂസ്ഫുൾ ആയിരുന്നു. ഇത് ഞാൻ മലയാളത്തിൽ വാങ്ങിച്ചാണ്. സാറയുടെ ബാഗാണ്. നല്ല രീതിയിൽ യൂസ്ഫുൾ ആയി. എനിക്കിത് പലപ്പോഴും ഔട്ട് ഓഫ് കൺട്രി ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേക്കും എനിക്ക് ക്യാമറ, പവർ ബാങ്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എല്ലാം വെക്കാനും പാസ്പോർട്ടും അതും ഇതെല്ലാം കൊണ്ടുനടക്കാൻ പറ്റിയ നല്ലൊരു ബാഗാണ്. പിന്നെ ഈ ക്യാമറയുടെ മെയിൻ. അതുകൊണ്ടാണ് ഇപ്പോൾ ക്യാമറ എടുത്തത് കൊണ്ടിട്ടാണ് ഞാൻ ബാഗ് എടുത്തത്. അതില്ലേ ഓക്കെ. അപ്പോൾ ഞാൻ പുറത്ത് വെച്ച് പറഞ്ഞു വന്നു. പിന്നെ ഇവരുടെ അടുത്ത് പറയണ്ട.
ഞാൻ എഡിറ്റ് ചെയ്യുന്നത് പറയണ സ്റ്റൈൽ കണ്ടിട്ട് കുറ്റം പറയണ പോലെ ഉണ്ടായിരുന്നു. അത് തന്നെ ഞാൻ കേറും. ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, കുറ്റം പറയാ ഈ ഒരൊറ്റ ചിന്തയേ ഉള്ളൂ. ആ അതാണ് മെയിൻ പ്രശ്നം. പറയാൻ വേണ്ടി പറഞ്ഞ പോലെ ഉണ്ട്. സോനു എന്റെ സോനു ഇന്ന് ഗേറ്റ് അടക്കാൻ പോവാത്ത ഗേറ്റ് കീ ഒക്കെ എടുത്താ വാതിലിന്റെ ഇപ്പഴേ ഓർത്തല്ല. എല്ലാം തന്നെ ഇപ്പത്തിട്ട് പോന്നു. കഴിഞ്ഞ പ്രാവശ്യം ഡാഡ കീ ലോക്ക് ചെയ്ത് അവിടുന്ന് കീ എടുക്കാൻ മറന്നു. ലാസ്റ്റ് ആ മോർണിംഗ് അറിയിട്ട് ലാസ്റ്റ് ഈവനിങ് വരുമ്പോഴത് കണ്ട്. വിൻഡോ സൈഡ് പോറാ. മോർണിംഗ് പോയിട്ട് എന്നിട്ട് ഈവനിങ് എടുത്തത്. വിൻഡോ ലോക്കാണ്. ഞാനിതൊക്കെ ഓടിച്ച് സുനിനെ സൈക്കിളൊക്കെ പിക്ക് ചെയ്യാം. ശരിക്കും നമുക്ക് ഓട്ടോമാറ്റിക് ഗേറ്റ് വേണ്ടതായിരുന്നു, പക്ഷെ നമുക്ക് അങ്ങനെ ഗേറ്റ് ഓട്ടോമാറ്റിക് ആക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ഇപ്പൊ വീടിന്റെ വർക്ക് നടന്നുകൊണ്ടിരുന്ന ടൈമില് ഞാൻ ഇലക്ട്രിക്കൽ വർക്ക് എല്ലാം കംപ്ലീറ്റ് രണ്ടാമത് ചെയ്യിപ്പിച്ചാണ്. കുറച്ചും കൂടെ നല്ല ക്വാളിറ്റിയിൽ ചെയ്യാം, പിന്നെ എനിക്ക് വേണ്ട ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ആ ടൈമിൽ ഞാൻ ഇലക്ട്രീഷ്യന്മാരുടെ അടുത്ത് പറഞ്ഞതാണ്. അതിനുവേണ്ടി 10-12,000 രൂപ മുടക്കി അതിനുവേണ്ടി എക്സ്ട്രാ കേബിളും കാര്യങ്ങളൊക്കെ വെച്ച് വലിച്ച് ലൈൻ വരെ ഇടിപ്പിച്ച്. പക്ഷെ എന്ത് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ആ ലൈൻ പ്രോപ്പർ ആയിട്ടുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ ലൈൻ നമ്മുടെ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ടല്ലോ, സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിന്റെ അടിയിൽ കൂടെയാണ് ഈ ലൈൻ ഇട്ടേക്കുന്നത്. അപ്പൊ ഇവരെന്ത് ചെയ്ത് അത് പ്രോപ്പർ ആയിട്ടുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ കണക്ഷൻ ബ്രേക്കാണ്, മിസ്സിംഗ് ആണ്. ഒന്നും പറയേണ്ട കേസ്. ഇലക്ട്രീഷ്യന്മാരെ കൊണ്ട് ഭയങ്കര ഷോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫണ്ട് ചെയ്ത് പോവുകയും ചെയ്ത്, പക്ഷെ പെർഫെക്ഷൻ ഉണ്ടായിരുന്നില്ല, പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിപ്പോ അവരെ വിളിച്ചാലാണെങ്കിൽ പ്രോപ്പറായിട്ട് അവർ വരില്ല. അപ്പൊ അങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങൾ, ഒരുപാട് പൈസ അടിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ടിട്ട് പിന്നെ ആ ഇലക്ട്രീഷ്യന്മാരെ പിന്നെ ഞാൻ വിളിക്കാറില്ല. പിന്നെ പുതിയ ടീമുകളൊക്കെയാണ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലും കൊണ്ടുവന്നിട്ട് ഞാൻ ക്ലിയർ ചെയ്യാറ്. പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CCTVയുടെ ഒരു ലൈനും ഇതുപോലെ തന്നെ അവന്മാർ ചെയ്തിട്ട് അവന്മാരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ബ്രേക്ക് ആയി പോയി. ഗേറ്റിന്റെ ലൈനും ഓട്ടോമാറ്റിക് വെക്കാൻ വേണ്ടിയുള്ള ഗേറ്റിന്റെ ലൈനും ഇതുപോലെ തന്നെ പൈസയൊക്കെ മുടക്കിയതൊക്കെ വെറുതെ അതും ബ്രേക്ക് ആയി പോയി. അത് ഒരു പെർഫെക്ഷൻ ഇല്ലാത്ത എന്തൊക്കെയോ അടിച്ചു കൂട്ടിക്കൊണ്ടുള്ള ഇലക്ട്രീഷ്യന്മാരാണ്. എന്തായാലും ഇൻഷാല്ലാ ഇനിയൊരു വീട് പണിയണമെങ്കിൽ എന്റെ ലൈഫിൽ ആ ഇലക്ട്രീഷ്യന്മാരെ ഞാൻ വിളിക്കില്ല. ആരാണെന്താന്നൊന്നും ഞാൻ പറയില്ല, ചിലപ്പോ അവര് കാണണ്ടായിരിക്കും ഈ വ്ളോഗ്. എന്നാൽ പോലും അവരും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറയണത്, ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ ഒരുപാട് പറ്റിച്ച് വാങ്ങിച്ചോണ്ടിരിക്കുമ്പോഴും ഒരു ആത്മാർത്ഥത വേണം, അതിലൊരു പെർഫെക്ഷൻ വേണം. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമ്പോഴത്തേക്കും വിളിച്ചാൽ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്ത് വരണം. അത് അവരുടെ കടമയാണ്. അതുപോലും ചെയ്യാത്തൊരു ഇലക്ട്രീഷ്യന്മാരായി പോയി. പറഞ്ഞിട്ട് കാര്യമില്ല, അത് പോട്ടെ. ഇനി എന്തായാലും ഇൻഷാല്ലാ വേറൊരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഇലക്ട്രീഷ്യന്മാരെ വിളിക്കില്ല. ആ ഇലക്ട്രീഷ്യന്മാരും അതെ, പെയിന്റർമാരും അതെ, ലോങ് കൂടെ ആയിപ്പോഴാണ്. അല്ല, ഞാനിങ്ങനെ പറഞ്ഞപ്പോ നമ്മളെപ്പോഴും ഇങ്ങനെ വണ്ടി ഇറക്കുമ്പോഴത്തേക്കും ഗേറ്റ് അടക്കലും തുറക്കലൊക്കെ അല്ലേ. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് ആയിരുന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ കാറിന്റെ ഉള്ളിൽ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാറുണ്ട്. അതെ അത് കൺട്രോൾ ചെയ്യായിരുന്നു. പക്ഷെ അതിന്റെ അതെ അല്ല, അതിനുവേണ്ടി പൈസ മുടക്കിയിട്ട് എനിക്ക് അതാണ് സങ്കടം. അതിനുവേണ്ടി പൈസ മുടക്കിയിട്ട് കണക്ഷൻ നശിപ്പിച്ചു കളഞ്ഞില്ല എന്നുള്ള രീതിയിൽ. സാരമില്ല, പോട്ടെ. അയ്യോ, ഞാൻ ഡയറ്റിങ്, ഞാൻ ഷുഗർ കട്ടാണ്. അതറിയില്ലേ, റൈസില് ഷുഗർ ആഡെന്നാണ്, അതിന്റെ അകത്ത് ഉണ്ട് ഷുഗർ കണ്ടന്റ്. ഞാൻ ഏതാണ് എന്താണെങ്കിലും അതിന്റെ അകത്ത് ആഡുണ്ട്, സ്വീറ്റ് ആഡാണ്. അപ്പൊ ഈ ഷുഗർ, അതായത് റൈസ് കഴിക്കുമ്പോ എന്തുകൊണ്ട് നമ്മൾ തടി വെക്കുന്നു? ഒന്ന് പറയൂ പ്ലീസ്, ഒന്ന് പറയൂ, അല്ല ഒന്ന് പറയൂ പ്ലീസ്. ചമ്മി വലിച്ചിട്ടില്ല, കിടന്ന് ഊരളില് വെളിച്ചപ്പാടാ അല്ല മസാല ദോശ. ഇന്നലെ ബാസ്കറ്റ്ബോൾ തുടങ്ങിയിട്ട് കുറച്ച് ഡയറ്റിങ്ങും അതേപോലെ തന്നെ ബാസ്കറ്റ്ബോളും ക്ലാസ്സും ഇതെല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ സൈക്കിൾ ടയർഡായിട്ട് സൈക്കിൾ ഇന്നലെ ഈവനിങ് മുതൽ നല്ല ഹെഡേക്ക് ആയിരുന്നു. ഹെഡേക്ക് ആയിട്ടാണ് കിടന്നുറങ്ങിയത് രാത്രി. പിന്നെ രാവിലെ ആയപ്പോഴത്തെ ഉഷാറായി, കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല. എൻ്റെ ഒപ്പം വർക്കൗട്ട് ചെയ്യാൻ നടന്നതൊക്കെ മേളി വന്നിട്ട് എന്തൊക്കെയോ കാണിച്ചു.
എനിക്കറിയില്ല, നിങ്ങൾ എന്നെ വിളിച്ചിട്ട് ഇറക്കിയേക്കലല്ലേ, എനിക്ക് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് പോലും എനിക്കറിയില്ല. ആദ്യം നമ്മൾ ഫുഡ് കഴിക്കണം. ഇപ്പൊ എന്തായാലും ലഞ്ച് ടൈം ആണ്. എന്ത് ഫുഡാണ് നിങ്ങൾക്ക് വേണ്ടത്? നോൺ വെജ്. നമുക്ക് ഫാറ്റ് ഫുഡ് ആയാലും കുഴപ്പമില്ല, നല്ല ഹെൽത്തി ഫുഡ് നമുക്ക് അങ്ങനെ ബേബി എപ്പോഴും വരാറില്ല. അടിപൊളിയാണ്. പറഞ്ഞോ, എന്ത് ഫുഡാ വേണ്ടത്? നല്ല ഫുഡ് അടിച്ചു പൊളിച്ച്. നല്ല ഫുഡ് തന്നെയാണല്ലോ എല്ലായിടത്തും. അത് എന്താണെന്ന് ഉദ്ദേശിച്ചത്? മന്തി എന്തായാലും വേണ്ട. ലാസ്റ്റ് ടൈം അമ്മട്ട പോയപ്പോ മന്തി അല്ലേ. ഓക്കെ, അപ്പൊ ഈ പ്രാവശ്യം മാന്തി മതിയോ? എന്ത് മാന്തി? ചിക്കൻ മാന്തിയാണോ, ബീഫ് മാന്തിയാണോ, മട്ടൻ മാന്തിയാണോ? അവിടെ നല്ലതാണോ? നിങ്ങൾ പറഞ്ഞാലോ ഉള്ളൂ. ആ ദിശയിലേക്ക് ഞാൻ പോകുള്ളൂ, അല്ലെങ്കിൽ നേരെ ലുലുമാള് ഉദ്ദേശിച്ച് ഞാൻ ഡ്രൈവ് ചെയ്യും. നല്ല ഫുഡ് നോക്കി ഞാൻ ഓണോയ്ക്കൊക്കെ ഇറങ്ങി തിന്നു നോക്കും. അല്ലെങ്കിൽ നമുക്ക് എന്റെ ഫ്രണ്ട് ഒലിവ്യ ഇവിടെ എന്താ മറ്റു സെലിബ്രേഷൻ ആയിട്ട് ഇല്ലല്ലേ? അതല്ല, ഇത് വേറെ സ്കൂൾ. അല്ല, ഇപ്പഴേ നിങ്ങൾ പറഞ്ഞു കേട്ടോ ഫുഡ് എവിടെ കഴിക്കണ്ടെന്ന്. ഓക്കേ ഗയ്സ്, അപ്പൊ നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ട് പറയാം, എന്നിട്ട് നിങ്ങൾ അറിയിപ്പിക്കാം. ഓക്കേ, അരിയിപ്പിക്കാനാ? പച്ചക്കറി അരിയാണ്? അറിയിപ്പിക്കാം. എന്താണ്? Will let you know, അതാണ് ഉദ്ദേശിച്ചത് ഞാൻ. അറിയിപ്പിക്കാം. അറിയിപ്പിക്കാം. ക്യൂട്ട് പയ്യനീച്ചോ, ക്യൂട്ട് പയ്യനീച്ചോ, അങ്ങനീച്ചോ. നമ്മളോട്ട് പോണോ, നമ്മളോട്ട് പോണോ ക്യൂട്ടിപ്പായി? അങ്ങനെ കെട്ടിപ്പിച്ചോ അങ്ങനെ ബേബി. ഓ ദേഷ്യം, എൻ്റെ ദേഷ്യം. എൻ്റെ തന്ത എന്നെ കളിയാക്കണ്ട. മമ്മൻ്റെ അങ്ങനെച്ചോട്ടോ ബേബി. നമ്മളോട്ട് പോണോ ന്യൂ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്? നമുക്ക് കളിക്കണ്ടേ? സ്പാർക്കീസ് പോയിട്ട് കളിക്കണ്ടേ? ഞാൻ പറഞ്ഞാണല്ലോ കറക്റ്റ്. അതാണ് ഉദ്ദേശിച്ച പേര് മാറ്റിയത് അല്ലേ? പേര് മാറ്റിയെന്ന് തോന്നുന്നു. അല്ല, സ്പാർക്കീസ് ആയിരുന്നു, പിന്നെ ഫണ്ടൂറ. പക്ഷെ ഇപ്പോഴും ഫണ്ടൂറാന്ന് പറയുന്നു തോന്നുന്നു. സ്പാർക്കീസ് ആയിരുന്നു, ഇപ്പൊ ഫണ്ടൂറാക്കിന്ന്. സ്പാർക്കീസ് ആയിരുന്നു, ഫണ്ടൂറാക്കി. ഞാൻ ഉദ്ദേശിച്ചത് എബു.
ലക്ഷ്മി നോക്കൂ We walking on a street. അപ്പോ ഫുഡൊക്കെ കഴിച്ചിട്ട് മണ്ണിപ്പായി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കാർ കുറച്ച് ദൂരെയായിരുന്നു പാർക്ക് ചെയ്തത്. അപ്പോൾ കാർ എടുക്കാൻ പോകുമ്പോൾ ഇപ്പോഴത്തെ ഒരു ഷോപ്പ് കണ്ടു നമ്മൾ. സോ വി ആർ ഗോയിങ് ദർ. അപ്പോൾ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പർച്ചേസ് ഒക്കെ ചെയ്യാം. ആൻറ്റിയുടെ ആനിവേഴ്സറി ഒക്കെ വന്നതല്ലേ സോ വി ഹാവ് ടു പർച്ചേസ് സംതിങ് ഫോർ ഹർ ആൻഡ് അങ്കിൾ. നമുക്ക് കിട്ടുന്നതാണെങ്കിൽ സുന നമ്മൾ റീൽസ് ഒക്കെ എടുക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണെങ്കിൽ എന്തൊക്കെ മേടിക്കണം ആക്സസറീസ് ആൻഡ് ഓൾ. നീ ഒരു നോട്ട് ഇട്ട് വെച്ചോ, ഞാൻ ചിലപ്പോൾ ബിസി ആയിരിക്കും എബ്രോഡിൽ നടക്കുന്നതിൽ. നോട്ട് ഇട്ട് വെച്ചോ. ഓക്കെ സോ നമ്മൾ സുനുവിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഭയങ്കര കാം ഫീൽ ഉണ്ടല്ലേ നമ്മൾ പുറത്ത് വന്നത്. കുറെ നാൾക്ക് ശേഷം വന്നതല്ലേ. ഭയങ്കര ഹരിവരി നല്ല കാം ഫീൽ ഉണ്ട്. പിന്നെ ഇങ്ങനെ സ്ട്രീറ്റിലൊക്കെ നടക്കാറില്ലല്ലോ. എപ്പോഴും ഒരു ഷോപ്പ് ഡയറക്റ്റ് വണ്ടി കയറാം, പിന്നെ ഒരു അടുത്ത ഷോപ്പ് ഡയറക്റ്റ് വഴിന്ന് മാറി സൈഗു. ആക്ച്വലി ഷോപ്പ് പോകാറില്ല, ലുലുവിലെ പോകാറുള്ളൂ. ഇന്ന് നമ്മൾ ഇങ്ങനെ സ്ട്രീറ്റിലൊക്കെ നടന്നത് നല്ലൊരു ഫീൽ, വേറെ നാടിലുള്ള പോലെ. പിന്നെ ട്വിന്നിങ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ പൊളിക്കണേ ഷോപ്പിൽ പോകണം. എന്നെ സുനെ കണ്ട അത് പറഞ്ഞു അതെ ഞാൻ പറഞ്ഞുതരാം. എബു എപ്പൊ കാലില് അവൻ താഴെ നിൽക്കണെങ്കിൽ കാലിലാ ഷോളിലാ ഡ്രസ്സിൽ എന്തെങ്കിലും എനിക്ക് പിടിക്കണം. പിടിച്ചെന്റെ ഒരു നോട്ടം ഉണ്ട്. ഇത് എന്റെ ഉമ്മയാണാ ദീദിയാണാ എപ്പോഴും മാറിപ്പോവന്. കണ്ട ഒരേ ഹൈറ്റ് ആണ്. പിന്നെ ഇന്നും കൂടെ ഹൈറ്റിന്റെ കാര്യം പറയണം. അല്ല രണ്ടുപേരും ഏകദേശം സെയിം. എനിക്കും ബെഷിക്കൊക്കെ മാറിപ്പോവും. ഇപ്പൊ എനിക്ക് കുറച്ച് വിരിവുള്ളതുകൊണ്ട് എന്നെ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. എന്താ വെച്ചാൽ ബാക്കിൽ നല്ല ഫാറ്റ് ഉണ്ട്, നല്ല ബോഡിക്ക് തടി വെച്ചോണ്ട് എനിക്ക് മനസ്സിലാവും. പക്ഷെ എനിക്കും ബെഷിക്കൊക്കെ കൺഫ്യൂഷൻ ആവാറുണ്ട്. എന്താ വെച്ചാല് ഒരേ ഹെയർ സ്റ്റൈല് ഹൈറ്റും വെയിറ്റും ഒക്കെ ഇപ്പൊ ഒരേപോലെ തലയും കെട്ടണത് ഷോൾ ഇടണൊക്കെ ഒരേപോലെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര. ഞാൻ ഇപ്പൊ ഇവളാന്ന് വെച്ചിട്ട് എടി ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ സുനു. അപ്പൊ സുനു ആണെന്ന് വിചാരിച്ചിട്ട് സുനുവിനോട് അല്ല ഇപ്പൊ മഷു ആണെന്ന് വിചാരിച്ചു സുനു ഇങ്ങനെ ഇരിക്കും. മഷു എന്ന് പറയുമ്പോ സുനു. എനിക്കിങ്ങനെ സൈഡിൽ കൂടെ നോക്കുമ്പോ അതിന്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു. ജോയിൻ ആക്കി ലഞ്ച് കഴിക്കുമ്പോ ഇവിടെ വന്ന് നമ്മൾ ഒരുമിച്ച് ജോയിൻ ആക്കി ഇപ്പൊ ഇവിടത്തെ സ്പ്ലിറ്റ് ആവണം. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് പോവാല്ലേ. നമ്മൾ റോഡ് ക്രോസ് ചെയ്യാതെ ബേബിക്ക് വേണ്ടിയാ വെയിറ്റ് ചെയ്തപ്പോ, ബിക്കോസ് ബേബി പറയണേ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ റോഡ് ക്രോസ് ചെയ്യാൻ, ഞാൻ വരാം ഒന്നിച്ച് ചെയ്യാം. ഇപ്പൊ നമ്മൾ എങ്ങനെ പോണറിയോ, ഡക്ക് ആദ്യം മെയിൻ ഡക്ക് പോകും. നമ്മൾ ഡക്കിന്റെ ചാരൊക്കെ അത് എടുത്ത് തന്ന അടിപൊളിയായിരുന്നു. പക്ഷെ എടുക്കാൻ പറ്റൂല. ക്യാമറ ഒക്കെ പിടിക്കണ്ട. ഓക്കെ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാം.
ഇനി directly we're going to Lulu Mall. എന്നിട്ട് അവിടെയും കുറച്ച് ഷോപ്പിംഗ് പിന്നെ കുറച്ച് കളി നോക്കാം. പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടക്കുകയില്ല ഗൈസ്. ഫുള്ള് എബുന്റെ പുറകെ ഓട്ടമാണ്. യെസ് ഗൈസ്, നമുക്കപ്പോ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് കാറി കയറി. പിന്നെ ഫ്രണ്ട് സീറ്റിലിരിക്കുമ്പോൾ നമുക്കൊരു മിറർ സെൽഫി ഒക്കെ നിർബന്ധമാണ്. യൂഷ്വലി ബേബി കാണിച്ചാണ് ഏത് മിറർ. യൂഷ്വലി അവള് ഫോണിലാണ് എടുക്കാറ് അങ്ങനെ സെൽഫി. ഇപ്പൊ പിന്നെ കയ്യിൽ ക്യാമറ ഉള്ളതുകൊണ്ട് ഭയങ്കര അഡിക്ഷൻ ആയി പോയി. സുനന് ആക്ച്വലി ക്യാമറ ഇഷ്ടപ്പെട്ടെന്നോ? ഇതെന്താ സംഭവിച്ചത്? സുനന് ഇഷ്ടപ്പെട്ടല്ലേ ഈ ക്യാമറ? പക്ഷെ നമുക്ക് എടുക്കാം. അടുത്ത ക്ലിപ്പ് എടുക്കാം. അടിപൊളി. എല്ലാവർക്കും എന്റെ ക്യാമറ ആണ് ഇഷ്ടം. എല്ലാവർക്കും എന്റെ ക്യാമറ ആണ് ഇഷ്ടം. ഇപ്പൊ ഒരു 360 ഒരു വ്യൂ എടുത്തിട്ടുണ്ടല്ലോ, അതിന്റെ താടി നമുക്ക് മനസ്സിലാവും ആറ് ക്യാമറ ഇഷ്ടം. ഞാനാണ് എടുത്തത്. സമ്മതിച്ചു. എല്ലാ ക്രെഡിറ്റ്സും നമുക്കാണ്. അപ്പോ ഇനി നമ്മൾ എന്തിനാ പോണേ? നമ്മളൊരു ഡിവിഷൻ ആവാൻ പോണ് ഗൈസ്. നമുക്ക് കളിക്കാനുണ്ട്. എനിക്ക് എപ്പോഴും ഫുഡും കൊടുക്കാനുണ്ട്. സോ വി ഹാവ് ലോട്ട്സ് ഓഫ് തിങ്സ് ടു ഡു ഗൈസ്. അപ്പോ വൺ ബൈ വൺ. നമ്മുടെ ക്യാമറ തന്നെ പൊളിയല്ലേ സുനു? സോ ഗുഡ്. ഇന്ന് ഫുള്ള് ഞാനും എവിടെയൊക്കെ ഷോപ്പിംഗ് പോകണം അവിടെയൊക്കെ നമ്മൾ മിറർ പോയിട്ട് അതിന്റെ മുമ്പിലാണ്. ബേബിക്ക് ഷോപ്പ് ചെയ്യാനൊന്നും ഹെൽപ്പിംഗ് ഇല്ല. ഫുൾ ബേബി സ്വന്തമായിട്ട് ചെയ്യണായിരുന്നു. സൈഗിനൊക്കെ ഡ്രസ് എടുത്ത്, മമ്മക്ക് ഡ്രസ് എടുത്ത്, എബുനൊരു ടോയ് എടുത്ത്, ഡോൾ, അതൊക്കെ ചെയ്യും. പിന്നെ മമ്മന്റെ വക സുനുവിന് കുറച്ച് എന്താ പറയുന്നത് ആക്സസറീസ്, മിറർ, അങ്ങനെ കുറച്ച്. അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഇനി മെയിൻ വന്ന കാര്യം ഇതുവരെ നടന്നിട്ടില്ല അല്ലേ ബേബി? അതെ, എന്താണ് വന്ന കാര്യം നമ്മളെ ആന്റി അങ്കിളുടെ ആനിവേഴ്സറി ആണ്. സോ വി ഹാവ് ടു ബൈ സംതിങ് ഫോർ ദം. അപ്പൊ അതൊക്കെ നിങ്ങൾ എന്തായാലും കാണിക്കണം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഫണ്ടൂറയിലെത്തി. ബഷിയുടെ വഴിക്ക് പോയി. മഷു എബുന് ഫുഡ് ഷോപ്പ് ചെയ്യാൻ പോയി. പിന്നെ മഷ്മി കാറിലുണ്ട്. എബുന് ഫുഡ് കൊടുക്കണം. നമ്മൾ നേരെ ഫണ്ടൂറയിൽ വന്ന് ഓക്കെ. ഇനിയിപ്പോ കാർഡ് റീചാർജ് ചെയ്തിട്ട് സൈക്കിൾ ഇങ്ങനെ കാണാമല്ലോ. സൈക്കിൾ എങ്ങടോ തേടി പോകാൻ പോയി. സൈഗു ഇപ്പോൾ ഈ ഒരു കാറുണ്ട്, അതിൽ കയറണമെന്ന് പറഞ്ഞ് നിൽക്കണേണ്. സോ നോക്കാം. അങ്ങനെ സൈഗു തുടങ്ങി കളിക്കാൻ.
ഇത് കയറിയത്. സ്ക്രീനും ഇതിവിടെ ഇവിടെ ഇവിടെ ആ ചെയ്തോ. സോ അപ്പോൾ മമ്മ ഇത് കളിക്കാൻ വേണ്ടിയാണ്, അതുകൊണ്ട് ഞാൻ കളിക്കും ബാസ്കറ്റ് ബോൾ. ഇനി പ്രസ് ടു സ്റ്റാർട്ട്. അതെ ബോൾ. യെസ്. പോയില്ല പോയില്ല മമ്മ കറക്റ്റ്. യെസ്. ഓ അമ്മേന് 10 കിട്ടി. ഹൈ സ്കോർ 90. അമ്മേന് 12. നീ പ്ലേ ചെയ്യണ്ടോ ബോള്? കളിക്കാം. പിടിച്ചോ കാർഡ് ഞാൻ ഇതാക്കാം. ഓക്കെ ഫ്രണ്ട് സൈഡ് അല്ലേ? മതി മതി, ഒരു പ്രാവശ്യം മതി. 2-3 പ്രാവശ്യം കാണിച്ച 2-3 പ്രാവശ്യം പൈസ. ബാസ്കറ്റ് ബോൾ പണ്ട് കളിച്ച് അപ്പൊ കൈ പൊക്കിക്കോ, മമ്മടെ കൈ പൊക്കിക്കോ. കൈ പൊക്കി. എനിക്ക് 12. ഓക്കെ നെക്സ്റ്റ് എന്തൊക്കെയാ നോക്കാം. അങ്ങനെ ഇനി ഉമ്മച്ചി കളിക്കാൻ പോണേണ്. ഇതാണ് ഗെയിം. ഇതില് ബോൾസ് മാക്സിമം ഡ്രോപ്പ് ചെയ്യണം ഈ സാധനത്തില്. ഇതില് ടിക്കറ്റ്സ് കിട്ടും. ടിക്കറ്റ്സ് ഇപ്പൊ വരും. കിട്ടും കിട്ടും. അല്ലല്ല അതിലുണ്ടായിരുന്നില്ല. ഇപ്പൊ ഇവിടെ എന്താ വരാത്ത? ടിക്കറ്റ് വന്നില്ല. ടിക്കറ്റ്സിന് വെയിറ്റിംഗ്. സൈഗു ഇതില് കളിക്കാൻ പോണേണ്. ഷൂട്ടിംഗ് ഗെയിം. അവിടെ ഇരുന്നോ? വേണ്ടേ? കുഴപ്പമില്ല. വേണ്ടെന്ന് പേടിയായി അവന്. അയ്യോ അത് വർക്കിംഗ് അല്ല. സ്റ്റാർട്ട് ചെയ്താ സൈക്കിൾ കഴിഞ്ഞ ടിക്കറ്റ്
ഓട്ടോമാറ്റിക്കലി വരും. നെക്സ്റ്റ് നെക്സ്റ്റ് വാ മമ്മ ചായ കുടിക്കാം. സോ മച്ച് സൈഗുനെ കളിപ്പിക്കാൻ പോയി. ഇപ്പോൾ ഞാനും അമ്മ ചായ കുടിക്കാവുന്നേക്കനാണ്. ഞാൻ ഒരു കാരമൽ കസ്റ്റേർഡ് പുഡിംഗ് ഓർഡർ ചെയ്ത് ഇപ്പം അമ്മ ചായ കളക്ട് ചെയ്യാൻ നിൽക്കണേണ്. സോ എൻ്റെ പുഡിംഗ് ടേസ്റ്റ് ചെയ്യട്ടെ. സൈഗുനെ കളിപ്പിക്കാൻ പോയി. കാരമൽ കസ്റ്റേർഡ് പുഡിംഗ്. അമ്മ ഇവിടെ ഇരിക്കുക അങ്ങോട്ടാ. ഇപ്പോൾ ഇതുവരെ ഗെയിം സെക്ഷനാണ് ഞങ്ങൾ കളിച്ചത്. മറ്റേ 0 ഗ്രാവിറ്റി അത് അവിടെ ഒന്നും പോയിട്ടില്ല. ഇനി ഇത് കഴിച്ചിട്ട് പോകണം. ടേസ്റ്റ് ചെയ്യണം. കാരമൽ കസ്റ്റേർഡ് അടിപൊളിയാണ്. ടൈമില്ല അധികം അല്ലേ? ഓക്കെ സ്റ്റാർട്ട്. പ്രസ് ചെയ്യാനുള്ള ബെൽറ്റ് ഇട്ടോ എപ്പോ കളിക്കാം. 1 2 3 ഇപ്പൊ ചിരിക്കണം. ഓക്കെ മഷ്മീർ പിടിച്ച് ഞാൻ കാർഡ് ഇതാക്കാൻ വേണമെങ്കിൽ 1
ഷെബുവിന് പേടിയായി. ബയ്യ ഓടിക്കണ്ട. ബയ്യ ഓടിക്കണ്ട. എവിടെ കയറാൻ പോണേ? അതവിടെ കൂടിയിട്ടാ മതി പുറത്ത്. ഗ്രാവിറ്റി, സീറോ ഗ്രാവിറ്റിയിൽ കയറാൻ പോണേണ്. സീറോ ഗ്രാവിറ്റി ഞാൻ നെഞ്ചത്ത് വെച്ചിട്ടാണ് ഇരിക്കാൻ പോണത്. അവിടെ ഊരിക്കും. ആ ബാ കയറിക്കോ. എവിടെ നിൽക്കണമെന്ന് വെച്ചാൽ നിന്നോ. സീറോ ഗ്രാവിറ്റി എവിടെ നിൽക്കാൻ പോണ? നെഞ്ചത്ത് വെച്ചുകൊണ്ടിരിക്കാൻ പോണേ ഞാൻ ഇങ്ങനെ. ക്യാമറ പൊക്കാനുള്ള സമയം പറ്റൂ. സീറോ ഗ്രാവിറ്റിയുടെ ഉള്ളിൽ ഇങ്ങനെയാണ് എൻട്രൻസ്. മാളില് ഒന്ന് എടുത്തിട്ട് വരാം. ഓക്കെ.
നമുക്ക് മൊബൈലും ഉണ്ടാകാൻ പറ്റും, പക്ഷെ ക്യാമറ അലൗഡ് അല്ല. എങ്ങനെ ഉണ്ടായിരുന്നു? എൻജോയ്. എന്റെ ഡ്രസ്സായിരുന്നു എന്റെ മോളെവിടെ? ഒച്ചപ്പാട് ഈ ഡ്രസ് തുടങ്ങി അപ്പൊ തീറ്റി താഴത്തോട്ട് എന്റെ ഡ്രസ് തീറ്റി സ്ലൈഡ്. ശരിയാ, നീയാണത് താഴെ ഞാൻ തീറ്റി മീഡിയം ആയിരുന്നു. ഞാൻ എന്നിട്ട് കാല് മടക്കി വെച്ചിട്ട് പൊങ്ങി പൊങ്ങി. വാട്ട് നെക്സ്റ്റ്? പക്ഷെ എന്റെ പൊങ്ങാൻ പറ്റിയില്ല. ഞാൻ പൊങ്ങാൻ പൊങ്ങാനില്ല. കാലിന് മടക്കി വെച്ചാ പൊങ്ങി പൊങ്ങി. ഓക്കെ, അപ്പൊ വാട്ട് നെക്സ്റ്റ്? അടുത്തെന്താ പറയൂ. ഇതേപോലത്തെ എന്തില്? ബാ, ലെറ്റ്സ് ഗോ. ഒക്കെ കണ്ടറിഞ്ഞൂടെ നമ്മള് ഭയങ്കര ടയർഡ് ആയിരിക്കണെന്ന്. അപ്പൊ ഗൈസ് നമ്മളെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മള് റൈഡ്സിലൊക്കെ റൈഡ്സിലൊക്കെ കയറി. പർച്ചേസിംഗ് കഴിഞ്ഞു എങ്ങനെ പറയണേ? നമ്മൾ പർച്ചേസിംഗ് ഒന്നും കാണിച്ചില്ലല്ലോ. എല്ലാം നമ്മൾ മൂപ്പറാണ് ചെയ്തത് ഗൈസ്. മുതലാളി എല്ലാം ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതെന്തായാലും ഇതിൽ കാണിക്കില്ല, ബിക്കോസ് ഇറ്റ്സ് എ സർപ്രൈസ് ഗൈസ്. അപ്പൊ എന്റെ ക്യാമറയിൽ ബാറ്ററി ലോ ആണ് ഗൈസ്, 4% ലോ. സോ ഐ തോട്ട് ഓഫ് വൈൻഡിങ് അപ്പ് ദിസ് വ്ലോഗ്. ഇനി നമ്മൾ നേരെ കഴിക്കാൻ പോകും. നല്ലോണം കഴിക്കും, ജ്യൂസൊക്കെ കുടിക്കും. വി ആർ വെരി ടയർഡ്. അപ്പോ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്. നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. പിള്ളേർ ഹാപ്പിയാണ്. ചോരൊക്കെ കിഡായി പോയി അവിടെ ഫുൾ. ഞാൻ റൈഡ്സിലൊന്നും കയറിയില്ല, പക്ഷെ ഇവരുടെ ഹാപ്പിനെസ് കാണുമ്പോൾ ഐ വാസ് വെരി ഹാപ്പി ബിക്കോസ് ദേ ആർ എൻജോയിങ് എ ലോട്ട്. ഞാൻ എബുനായിട്ട് എൻജോയ് ചെയ്യുന്നത്. നമുക്ക് ഇടക്ക് വുമൻസ് മാത്രമായിട്ടൊക്കെ ഇടക്കൊക്കെ വരാം. ബിസിനസ് ട്രിപ്പിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇടക്കൊക്കെ വന്ന് ഓരോ റൈഡ്സിലൊക്കെ കയറി അർമാദിക്കാൻ എല്ലാരും വന്നിങ്ങോട്ട്. ദീദി രണ്ടനിയന്മാരും അവിടുത്തെ ലൈറ്റ് ഇട്ട് കാണില്ല. പക്ഷെ ലൈറ്റ് ഇട്ട് കാണിച്ചു കൊടുത്ത് ദീദി അനിയന്മാരും ലൈറ്റ് ഇട്ട് സുനു ലൈറ്റ് ഇട്ട് കാണുന്നില്ല ദീദിന്റെ അനിയന്മാര്. ആഹാ, എന്ത് നല്ല അനിയന്മാര്. ഇവരാ രണ്ടുപേരാ നീ ഉദ്ദേശിച്ചത്? പ്ലീസ് അങ്ങനെ പറയല്ലേ. എന്റെ മോളാണ് പാവം. ഇവർ രണ്ടുപേരെ പാവം എന്ന് പറയില്ലേ? സോ ഗൈസ്, യു ഗൈസ് എൻജോയ്ഡ് റൈറ്റ്? എല്ലാവരും എൻജോയ് ചെയ്തില്ലേ? പൊളിച്ചില്ലേ? നമ്മൾ ഇന്നൊരു അടിപൊളി വ്ലോഗുമായിട്ട് വീണ്ടും കാണും. നമ്മൾ അടിപൊളിയായിട്ട് പോയി കഴിക്കട്ടെ. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് വീഡിയോ കാണുവരെ. ബൈ.